ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ബാക്ക് ഇലക്ട്രിക്സ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ് ബോക്സ് എന്ന സംഭവമാണ്. സോഫ്റ്റ് ബോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കും ഒക്കെ ഇങ്ങനെ ഒരു ചതുരത്തിലൊരു ബോക്സ് കണക്കിരിക്കുന്ന ലൈറ്റ്. അപ്പോൾ അതാണ് നമ്മൾ DIY ആയിട്ട് ചെയ്യാൻ പോകുന്നത്, ഡു ഇറ്റ് യുവർ സെൽഫ്. അപ്പോൾ നമ്മളത് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ കാർഡ്ബോർഡ് ഇത് നിങ്ങളുടെ ലക്കാണ്. കാരണം ഇത് നിങ്ങളുടെ ലക്ക് അനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം കാർഡ്ബോർഡ് നല്ല കാർഡ്ബോർഡ് തന്നെ എടുക്കുക. ഞാൻ എടുത്തപ്പോൾ ഇത്തിരി കട്ടി കുറഞ്ഞ കാർഡ്ബോർഡായി പോയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നല്ല കാർഡ്ബോർഡ് തന്നെ എടുക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തുണിയാണ്. തുണി അല്പം ട്രാൻസ്പെറൻ്റ് ആയിട്ട്, അതായത് ഒത്തിരി ഒപ്പാക്കോ അല്ല ഒത്തിരി ട്രാൻസ്പെറൻറ്റും അല്ലാത്തൊരു തുണി തന്നെ എടുക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു സാധനം അലുമിനിയം ഫോയിലാണ്. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഒരു കാർഡ്ബോർഡ് പീസാണ്. അപ്പോൾ അതിൻ്റെ അത് 30 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ 30 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 30 സെൻറ്റിമീറ്ററിൻ്റെ രണ്ടറ്റത്ത് നിന്ന് 7 സെൻറ്റിമീറ്റർ വീഴും, 7.5 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്യുക. അപ്പോൾ അത് മാർക്ക് ചെയ്തു. ഇനി ആ മാർക്ക് ചെയ്തെടുത്തു നിന്ന് മുകളിലോട്ട് ഒരു പെർപെൻഡിക്കുലർ നമുക്ക് വരയ്ക്കണം. അങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു അറ്റത്ത് നിന്നും നമ്മൾ ഈ പെർപെൻഡിക്കുലറിലേക്ക് 25 സെൻറ്റിമീറ്റർ വരാൻ പാകത്തിന് ഒരു ലൈൻ വരയ്ക്കുക. ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും നമ്മൾ വരച്ചെടുക്കുന്നു. ഇനി നമ്മൾ മുകളിലെ ആ ഭാഗം യോജിപ്പിക്കുന്നു. ഈ പെർപെൻഡിക്കുലറിലേക്ക് വന്ന് ടച്ച് ചെയ്ത രണ്ട് പോർഷനുമാണ് യോജിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു ഷേപ്പ് കിട്ടും. ഇതുപോലത്തെ 4 പീസ് നമുക്ക് വേണം. അപ്പോൾ 4 പീസും ഏകദേശം ഐഡൻറ്റിക്കലായിട്ട് തന്നെ നമ്മൾ വെട്ടിയെടുക്കണം. ഇനി അലുമിനിയം ഫോയിൽ എടുക്കുക. അലുമിനിയം ഫോയിൽ മാർക്കറ്റിലൊരു 90 രൂപ വില വരും, അപ്രോക്സിമേറ്റ് ആണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു വലിപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ജസ്റ്റ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമുക്കത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടിക്കാനായിട്ട് ആദ്യം കീറണം ഷേപ്പിൽ. അപ്പോൾ കീറാൻ വളരെ എളുപ്പമാണ്, കത്രികയൊന്നും വേണ്ട, ജസ്റ്റ് കൈ കൊണ്ട് തന്നെ കീറിയെടുക്കാവുന്നേ ഉള്ളൂ, അത്രയ്ക്ക് കട്ടി കുറവാണ്. അപ്പോൾ അതങ്ങനെ കീറിയെടുക്കുക. ഇനി മുകൾ വശം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സാധാ ഫെവിക്കോൾ വെച്ചിട്ട് നമ്മൾ ആ അലുമിനിയം ഫോയിൽ അതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ തിളക്കമുള്ള വശം തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കുക. മാക്സിമം റിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഈ അലുമിനിയം ഫോയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു 4 പീസ് നമുക്ക് വേണം. 4 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി 2 പീസ് നമ്മൾ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഒരുപോലെ ഐഡൻറ്റിക്കലായിട്ടുള്ള സൈഡുകൾ വെച്ചിട്ട് നമ്മൾ അലുമിനിയം ഫോയിൽ ഒട്ടിക്കാത്ത സൈഡിലാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ പാക്കിംഗ് ടേപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പാക്കിംഗ് ടേപ്പ് ആകുമ്പോൾ വിലയും കുറവാണ്, പിന്നെ നമുക്ക് അതിൻ്റെ വിഡ്ത്ത് നമുക്ക് കൂടുതലും കിട്ടും. ഇത് നമ്മൾ ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ 3ാമത്തെ പീസ് ഒട്ടിക്കുകയാണ്. ഇതേപോലെ തന്നെ 4 പീസ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ 3ാമത്തെ പീസ് നമ്മൾ ഒട്ടിച്ചു. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പുറത്തൊന്നും പോകാണ്ട് കറക്റ്റ് ആ ഒരു വലിപ്പത്തിൽ തന്നെ ഒട്ടിക്കുക. നമുക്കിത് മടക്കേണ്ടതാണ്, അപ്പോൾ ഇത് വിട്ടു പോകാണ്ടിരിക്കാൻ പാകത്തിന് വേണം ഒട്ടിക്കാൻ. അത് ഒട്ടിച്ചെടുക്കുന്നു. ഇനി ലാസ്റ്റത്തെ പീസാണ് 4ാമത്തെ. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നു. പാക്കിംഗ് ടേപ്പ് തന്നെ ഉപയോഗിക്കണമെന്നില്ല, സാധാ സെല്ലോ ടേപ്പ് വെച്ചാണെങ്കിൽ നിങ്ങൾ ഒട്ടിച്ചെടുക്കുക. ഇനിയല്ല, നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് ആണെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കട്ടി കുറഞ്ഞ കാർഡ്ബോർഡാണ്. ഏറ്റവും നല്ലത് കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കുന്നതാണ്. ഇതിപ്പം എടുത്തപ്പോൾ ഇത്തിരി വളരെ കട്ടി കുറഞ്ഞൊരു കാർഡ്ബോർഡായിപ്പോയി. ഇനി നമ്മൾ ലാസ്റ്റത്തെ 2 സൈഡും കൂടി കൂട്ടി ഒട്ടിക്കാൻ പോവാണ്. അതിനായിട്ട് ഇതിങ്ങനെ പകുതി വെച്ചങ്ങ് മടക്കുക. ഇനി ആ നടുക്ക് കറക്റ്റ് വരാൻ പാകത്തിന് ഒട്ടിക്കുക. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തെറ്റിപ്പോകാനുള്ള ചാൻസ് കുറവാണ് ഇങ്ങനെ മടക്കി ഒട്ടിക്കുമ്പോൾ. അപ്പോൾ അതങ്ങ് ഒട്ടിച്ചെടുക്കുക നടുക്കും കൂടി.
ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു പിരമിഡിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തൊരു ഷേപ്പാണ്. ഇതല്ല തിരിച്ചു വെച്ച് കഴിയുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഷേപ്പ് മുകൾ വശം കട്ട് ചെയ്തെടുത്ത്. ഇനി നമുക്ക് മുകളിലേക്കുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് 15 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന ഒരു സ്ക്വയർ നമുക്ക് വെട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് 15 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന ഒരു സ്ക്വയർ നമ്മൾ വരച്ചെടുക്കുന്നു. അപ്പോൾ അത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് കട്ട് ചെയ്ത് ഒരു അലുമിനിയം ഫോയിൽ അതിൻ്റെ അതേ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒട്ടിക്കണം. നേരത്തെ പോലെ തന്നെ ഫെവിക്കോൾ വെച്ച് നമ്മളത് ഒട്ടിക്കുന്നു. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഒരു ഹോൾഡറും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു പഴയ ഹോൾഡറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് പുതിയത് വേണം ഇടാം. ഞാനിപ്പോൾ കോസ്റ്റ് മിനിമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഴയ ഹോൾഡർ എടുത്തിട്ടുണ്ട്. നമുക്കിത് മുകളിൽ ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ ഒട്ടിച്ച കണക്ക് തന്നെ പാക്കിംഗ് ടേപ്പ് വെച്ചിട്ട് നമ്മൾ അത് ഒട്ടിച്ചെടുക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു 80% നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു കവർ ഇടണം. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒരു ബൾബ് ഇട്ടിട്ടുണ്ട്, വയറിങ്ങും ചെയ്തിട്ടുണ്ട്. ബൾബ് ഒരു LED ബൾബാണ് ഇട്ടിരിക്കുന്നത്. വയറിങ് ചെയ്തിട്ടുണ്ട്. ഒരു പഴയ ഒരു കണക്ടറിലേക്ക് ഞാൻ വയർ ചെയ്തെടുത്തിട്ടുണ്ട് 2 വയറ്. ആവശ്യത്തിന് നീളത്തിന് തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. ഇനി ഒരു കവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു തോർത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി കവർ വെച്ചിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ അത് ഈ ഒരു മുകളിൽ വരുന്ന 30 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന ഒരു സ്ക്വയറിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിടാൻ പാകത്തിനാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളത് മാക്സിമം വലിച്ച് തന്നെ സെറ്റ് ചെയ്യുക, നിവർന്നിരിക്കാൻ പാകത്തിന്. അപ്പോൾ വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ആയി. നമുക്ക് ഇന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യാൻ പോകണം. ഇപ്പോൾ കണ്ടല്ലോ നമ്മുടെ സോഫ്റ്റ് ബോക്സിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 2 പടം നോക്കാം. ഇത് ഞാൻ സോഫ്റ്റ് ബോക്സ് ഇല്ലാണ്ട് എടുത്ത പടമാണ്. അപ്പോൾ നമുക്ക് പിന്നൊന്നും കാണാൻ മേല. അപ്പോൾ ഇത് ഞാൻ സോഫ്റ്റ് ബോക്സ് വച്ചെടുത്ത പടമാണ്. നമുക്ക് പിന്നെല്ലാം ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തത് എങ്ങനെയൊരു DIY ആയിട്ട് സോഫ്റ്റ് ബോക്സ് ഉണ്ടാക്കി എടുക്കുക എന്നായിരുന്നു. അപ്പോൾ ഈ സോഫ്റ്റ് ബോക്സ് ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള ഗുണത്തിൻ്റെ ഒരു വീഡിയോ ഒരു 2 ഫോട്ടോ ഡിഫറൻസ് ഞാൻ മുമ്പ് കാട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരെണ്ണത്തിൽ തീരെ വെട്ടം കുറഞ്ഞ് നമുക്ക് പിൻസ് ഒന്നും ക്ലിയർ അല്ലായിരുന്നു. രണ്ടാമത്തെ ഫോട്ടോ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അതിൻ്റെ പിൻസൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലൊരു സോഫ്റ്റ് ബോക്സ് വെച്ച് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓരോ പിന്നും കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ഞാൻ അത് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കാം, ഇത്തിരിയും കൂടി ക്ലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അജിത് വേനൽ സൈനിങ് ഔട്ട്.